ജാനുവരി 23 അവർ സ്പെഷ്യൽ ഡേ. ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 12 വർഷമായിട്ടോ ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട്. ഇന്ന് എനിക്ക് അച്ഛൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തരുന്നുണ്ടേ. നേരെ പോയത് ഓക്സിജൻ്റെ ഷോറൂമിലേക്ക്. അവിടെ ചെന്നപ്പോൾ എൻ്റെ ആകെ കിളി പോയി. അച്ഛൻ എനിക്കൊരു ഫോൺ വാങ്ങിത്തന്നു. ഭയങ്കര സർപ്രൈസ്ഡായിപ്പോയി. കാരണം ഞങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടേയില്ല. അപ്പം ഫോണൊക്കെ എനിക്ക് എടുത്തു തന്നു. എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. എല്ലാം റോയിച്ചയുടെ ക്രെഡിറ്റ് മാത്രമാണ് കേട്ടോ. എനിക്ക് ഫോണിൻ്റെ ഒരു കാര്യങ്ങളും അറിയില്ല. എല്ലാം റോയിച്ച തന്നെ എനിക്ക് സെലക്ട് ചെയ്ത് തന്നു, സെറ്റാക്കി തന്നു. കാരണം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോണിന് ഭയങ്കര കംപ്ലയിൻറ്റ്സ് ആയിരുന്നു കഴിഞ്ഞിടയ്ക്കെല്ലാം. അതുകൊണ്ട് എനിക്കൊരു നല്ല വീഡിയോ പോലും എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പം റോയിച്ചയുടെ മനസ്സിലതുണ്ടായിരുന്നു. എന്തായാലും ആളെനിക്ക് നല്ല അടിപൊളി ഒരു ഫോൺ തന്നെ എടുത്തു തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് സ്വിച്ച് ഓൺ ഒക്കെ ചെയ്തു. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എൻ്റെ റോയിച്ച് എനിക്ക് തന്ന നല്ലൊരു ഗിഫ്റ്റായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബില്ലിങ്ങിൻ്റെ സെക്ഷനിലേക്ക് പോയി. ആദ്യത്തെ വീഡിയോ ഞാൻ ആ ഫോണിലെടുത്തു. എൻ്റെ റോയിച്ചയുടെ മുഖം തന്നെ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് സന്തോഷമായിട്ടൊരു ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി കേട്ടോ അടുത്ത സർപ്രൈസ്. അവിടുന്ന് നേരെ പോകുന്നത് നമ്മൾ ഫർസി എന്ന് പറയുന്ന ഒരു മന്തി ഷോപ്പിലേക്കാണ്. അവിടെ മന്തീസിൻ്റെ നല്ല വെറൈറ്റീസ് ഉണ്ട്. മണിപ്പുഴയിലാണ് ഈ ഷോപ്പ് വരുന്നത്. അവിടെ ചെന്നതും ഞങ്ങൾ ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ നോക്കി വെച്ചു. പക്ഷേ ഞാൻ ഓർഡർ ചെയ്തത് ആസ് യൂഷ്വൽ നോർമൽ അൽഫാം മന്തി. റോയിച്ചയാണെങ്കിൽ സർബിയൻ റൈസും അതുപോലെ തന്നെ കാന്താരി അൽഫാമുമാണ് റോയിച്ച ഓർഡർ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ല. കാരണം അത്രയൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ ബാലൻസ് വെച്ച് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഇറങ്ങുകയാണ്. എപ്പോഴും ഞങ്ങളുടെ ഫുഡ് കഴിപ്പ് സാധാരണ അൽറാസിയിലാണ് ഞങ്ങൾ പോകാറുള്ളത്. പക്ഷേ ഇന്ന് റോയിജ എനിക്ക് കൊണ്ടുവന്നത് ഫർസിയിലേക്കാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കാണെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളും വെടിക്കെട്ടും ഒക്കെ കണ്ടു. അങ്ങനെ പോകുന്ന വഴി നല്ല ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ പുതുപ്പള്ളി പള്ളിയുടെ ഫ്രണ്ടിലുള്ള വഴി കൂടിയാണ് കേട്ടോ പോകുന്നത്. പുതുപ്പള്ളി പള്ളി അങ്ങനെ ദൂരെ നിന്ന് കാണാൻ നല്ല ഭംഗിയില്ലേ. ഈ ഭാഗം എത്തുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനുവേ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. പൊതുവേ ഈ സമയത്ത് നല്ല തണുപ്പാണ്. എന്താണെന്നറിയത്തില്ല ഇപ്പോഴത്തെ ക്ലൈമറ്റൊക്കെ എങ്ങനെയാണ്. എന്തായാലും നമ്മൾ വീട് പറ്റിയിട്ടുണ്ട്. വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കിനും നമ്മുടെ കുഞ്ഞിപ്പൂച്ച അതിലെ മാറുന്നുണ്ട്. അവളെ കണ്ടോ? അവൾ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും കറങ്ങാൻ വരുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി ഫോണിൻ്റെ കുറേ കാര്യങ്ങളെല്ലാം നോക്കി ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കിനും ഞാൻ ഫോണിൽ ഒന്ന് രണ്ട്